15ഉം 20ഉം തവണയൊക്കെ NCERT നിരന്തരമായി വായിച്ചിട്ടും പിന്നീടും എക്സാം ഹാളിൽ പോകുമ്പോൾ കോൺസെപ്റ്റ്സ് ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നു പോകുന്നു, മൈൻഡ് ബ്ലാങ്ക് ആവുന്ന അവസ്ഥ പല സ്റ്റുഡൻസും ഷെയർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മളൊരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെമ്മറിയിൽ അത് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റണം, നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യണം. നമ്മൾ സാധാരണയായിട്ട് പഠിക്കുമ്പോൾ, ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒന്നുകിൽ ഒരു ലെക്ചർ കേൾക്കുന്നു, അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് പഠിക്കാറുള്ളത് അല്ലേ? അതേ സമയത്ത് നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി 14 തവണ അല്ലെങ്കിൽ 20 തവണ റിവൈസ് ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ എക്സാം ഹാളിലുള്ള നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം. അപ്പം നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് റീകോൾ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവിഷൻ നടത്തേണ്ടത്. അതായത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ച് സ്വന്തമായിട്ട് നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ, അതല്ലെങ്കിൽ ഡെറിവേഷൻസ് ആണെങ്കിൽ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് അത് ഫ്രം സ്ക്രാച്ച് നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്കുള്ള നോളജ് ഗ്യാപ്പുകൾ എവിടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമ്മൾ ഒന്നുകൂടി വായിക്കുമ്പം അത് ഫിൽ ചെയ്ത് പോരാൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾ റിവൈസ് ചെയ്യുമ്പം പാസീവായിട്ട് റീഡ് ചെയ്യുന്നതിനേക്കാളും ആക്റ്റീവ് റീകോൾ എന്നുള്ള മെത്തേഡ് വഴി സ്വന്തമായി ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ച് സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി പരിശോധിച്ചിട്ടാണ് നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ, അതായത് ആക്റ്റീവ് റീകോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് പുറത്തേക്ക് എടുക്കുകയാണ്. അതേസമയത്ത് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യണം. അപ്പം നമുക്ക് എക്സാം ഹാളിൽ ആവശ്യമുള്ളത് ഇൻഫർമേഷൻ, ഓൾറെഡി നമ്മുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻസിനെ പുറത്തേക്ക് എടുക്കലാണ്, അതല്ലാതെ പുതിയ കോൺസെപ്റ്റ് പഠിക്കലോ അല്ലെങ്കിൽ അനലൈസ് ചെയ്യലോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ റിട്രീവൽ പ്രാക്ടീസ്, അതായത് ബ്രെയിനിൽ നിന്ന് പുറത്തെടുത്ത് സ്വന്തമായി അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ എഫക്റ്റീവായിട്ട് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി മുതൽ റിവൈസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് റീകോൾ ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്.